ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അടുത്ത വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ബ്ലോക്ക് സ്പോട്ടാണ്. ബ്ലോക്ക് സ്പോട്ടിൽ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന എപ്പിസോഡ് പറയുകയാണെങ്കിൽ 5ാമത്തെ എപ്പിസോഡാണ് ഗൈസ്. ഇന്ന് എന്തായാലും നമ്മൾ സീന്ന് നമ്മൾ 2ലേക്ക് പോകുന്നതാണ്. ഇന്ന് നമ്മൾ 200 ലെവലാക്കുന്നതാണ്. 455 ലെവലാണ്. നമ്മൾ ഇനി ക്വസ്റ്റ് എടുക്കാൻ പോകാം ഗൈസ്. അതിൻ്റെ മുമ്പ് നമുക്ക് എന്തായാലും ഫ്രൂട്ടൊന്ന് റോള് ചെയ്യാം നമുക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കർക്കിടക നേരം കൊണ്ട് നിങ്ങൾ എന്തായാലും ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ റോൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ബോംബാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കറക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രൂട്ടൊന്നും കിട്ടണില്ല. അപ്പം നമുക്ക് എന്തായാലും സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മളൊക്കെ ബോംബില്ലാത്തൊരു ഫ്രൂട്ടാണ്, നല്ല ഡാമേജുള്ള ഫ്രൂട്ടാണ്. ഇത് ഏതാ ക്യാരക്ടർ യൂസ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുക. എന്താണ് ആദ്യത്തെ റെഡി ആവുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നേരെ ലെവൽ കൂട്ടാൻ പോവുക. നമ്മുടെ റോളിങ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ലെവൽ കൂട്ടാൻ പോവുക. അപ്പോൾ ഗൈസ്, നമ്മളെ ക്വസ്റ്റ് അടുത്തതായിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ് എടുക്കാൻ പോകാം. പിന്നെ ഗൈസ്, നമ്മൾ ക്വസ്റ്റ് എടുക്കുന്നത് എന്താ പറയുക, ലോങ് വീഡിയോ ആകുമ്പോൾ ഇന്ന് ഫുള്ള് എന്താണ് നമ്മളാക്കുന്നതായതുകൊണ്ട് ലോങ് വീഡിയോ അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് കാണിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ് നേരെ പോയി കണ്ടെടുക്കാം ഗൈസ്. പിന്നെ ഗൈസ്, നമുക്ക് എന്തായാലും ക്വസ്റ്റ് മാറിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ വേഗം ഇവനെ തീർക്കാൻ പോവുകയാണ് ഗൈസ്. കുറച്ച് അത്യാവശ്യത്തിൽ പവറുള്ള ആളാണ് നമ്മളെ വെച്ച് നോക്കുമ്പോൾ. ഒപ്പം അതായത് നമ്മളിവനെ തീർത്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇനി നമുക്ക് എന്താ കുറച്ച് ബോസുകൾ തീർക്കാണ്ട്. അപ്പം എന്തായാലും നമ്മൾ ബോസുകൾ തീർക്കാൻ വേണ്ടി നമ്മൾ ഇവരെ തീർക്കുകയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഈ ഡോണിൻ്റെ ആവശ്യമുണ്ട്, അവൻ്റെ പിങ്ക് കോട്ട് ആവശ്യമുണ്ട്. അതായത് ഗൈസ്, നമ്മൾ ഇവനെ തീർത്തിട്ടുണ്ട് ഒരാൾ. എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ് എടുത്ത് ഇവനെ തീർക്കും. ഫസ്റ്റ് വഴി തന്നെ നമുക്ക് അവൻ്റെ പിങ്ക് കോട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു ലക്ക് തന്നെയാണ്. നമ്മൾ എന്താണ് ഈ ബോസിനെ അധികം തീർത്തിട്ടില്ല. നമ്മൾ മറ്റവരെ തീർത്തിരുന്നത്. പിന്നെ എന്താണ് ഇവന്മാരൊക്കെ ആരൊക്കെ തീർത്ത് കണ്ട് പോയിരുന്നു. നമുക്ക് എന്താ നേരെ നമുക്ക് ഇനി വാക്കേഷൻ ചെയ്യാം. ഇനി നമുക്കിപ്പോൾ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ വിഷന്. പിന്നെ ഗൈസ്, ഇന്ന് രാത്രിയാണ് നമ്മൾ ബ്ലോക്സ് ഫ്രൂട്ടിൽ അപ്ഡേറ്റ് വരുന്നത്. റീവർക്ക് അങ്ങനെ ഒരുങ്ങി വരുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ EXP ഇതൊക്കെ എടുത്തിട്ടുണ്ടോ, നമ്മൾ എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. സ്റ്റാറ്റ് റീസെറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സെക്കൻഡ് സീക്ക് എന്തായാലും നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ ബുദ്ധ വേണ്ടിവരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വിഷൻ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ഇനി കുറച്ച് മാഗ്മ തിന്നുകാണ്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. മാഗ്മ നല്ല ഡാമേജുള്ളൊരു ഫ്രൂട്ടാണ്. നമുക്ക് ഒരാൾ തന്നതാണ് ഈ ഫ്രൂട്ട്. അപ്പം എന്താ കിട്ടുക, നമുക്കിത് വേഗം തിന്നാം. ഇത് V1 V2 ഇതിൻ്റെ റൈഡിനൊക്കെ പോയിട്ട് കംപ്ലീറ്റ് ആക്കി നല്ല ഡാമേജ് ഉണ്ടാവും. പറക്കാൻ പറ്റും, വെള്ളത്തിൽ കൂടെ നടക്കാൻ പറ്റും ഗൈസ്. അപ്പം എന്തായാലും നമുക്കിത് വേഗം തിന്നാം. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും വേഗം തിന്നിട്ടുണ്ട് മാഗ്മ. ഇനി നമുക്ക് എന്തായാലും കുറച്ച് പവർ കൂട്ടാം മാഗ്മൻ്റെ, അല്ലെങ്കിൽ ലെവൽ കൂട്ടാം നമുക്ക്. അപ്പം എന്താ നമുക്ക് വേഗം NPCകളെ വേഗം അടിച്ചിടാം. ഇവർക്ക് നല്ല ഡാമേജ് ഉണ്ട്. നമ്മളെ അധികമുള്ളത് നമ്മളെ ഫൈറ്റിംഗ് സ്റ്റൈലിനാണ് നമ്മൾ ഇട്ടെടുത്തത്. അപ്പം തന്നെ നമുക്ക് വേഗം ഇവരങ്ങോട്ട് അടിച്ച് വേഗം തീർക്കാം ഗൈസ്. ഇവരെ തീർത്താൽ കുറച്ചും കൂടി നമ്മളെ ലെവൽ കൂടും ചെയ്യും. പിന്നെ മാഗ്മൻ്റെ ഇത് കൂടും ചെയ്യും. അപ്പോൾ ലാസ്റ്റത്തെ അടിയാണ് ഇതെല്ലാം അടിച്ചപ്പോൾ നമ്മളെ ലെവൽ കൂടിയിട്ടുണ്ട്, 30 ആയിട്ടുണ്ട്. ലാസ്റ്റത്തെ ഫ്ലോറാണ് നമ്മൾ മാഗ്മ ഫ്ലോർ എന്നാണ് അതിൻ്റെ പേര്. അത് നമ്മൾ നിലത്ത് കൂടെ നടക്കുമ്പോൾ ഓൾക്ക് ഇങ്ങനെ ഡാമേജ് എടുക്കുക, നമ്മളെ പിന്നാലെ വരുന്നവൾക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തതായിട്ട് പോലെ വേഗം തീർക്കാം, കുറച്ചും കൂടി ലെവൽ കൂട്ടാം.
അപ്പോൾ ഗൈസ് നമ്മളെ ലാഭം കൊണ്ടാണ് അവൽ തീർന്നുകൊണ്ട് നമ്മളെ ലെവൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പവർ നമ്മളത്തെ വേഗം കിട്ടിയിട്ടുണ്ട്. അടുത്ത പവർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ഒരു ഇത് പൊട്ടിത്തെറിക്കണ പോലെ എടുത്തെറിക്കും ഗൈസ്. കണ്ട ഇതേപോലെ നമ്മൾ പൊട്ടിത്തെറിക്കും. അപ്പം അതിന് അടിക്കുന്ന ഡാമേജ് ഇങ്ങനെ കൂടും ചെയ്യും. നമ്മൾക്ക് അധികം ഉള്ളത് ഫൈറ്റിംഗ് സ്റ്റൈലിലാണ്ട് ആയതുകൊണ്ടാണ് നമ്മളെ ഡാമേജ് കുറച്ച് പോണത്. ഇനി നമുക്ക് എന്താ നേരെ ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടുത്തെ ബോസിനെ തീർക്കാനുള്ള കോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേഗം ഇവിടുത്തെ ബോസിനെയും കൂടി വേഗം തട്ടാം ഗൈസ്. നമുക്കെന്തായാലും ആ ബോസിനെയും കൂടി തട്ടിയാൽ നമ്മളെ 700 ലെവലാവും കുറച്ച് കഴിഞ്ഞിട്ട് ഗൈസ്. കുറച്ച് ആൾക്കാരും കൂടി തീർത്താൽ നമുക്ക് വേഗം ആ ബോസിനെ പോയിട്ട് വേഗം തീർക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഈ ബോസിനെ തട്ടിയിട്ട് കാണാം ഗൈസ്. നമുക്ക് നല്ല ഹെൽത്താണ്. നമ്മളെ കൊണ്ട് ഇപ്പം കുറേ നേരം ഇത് ഇവനെ തീർക്കണമെങ്കിൽ തന്നെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ തീർത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ ലെവല് 699 ലെവലായിട്ടുണ്ട്. ഒറ്റ ലെവലും കൂടി മതി നമുക്ക് ഇത് മാറാൻ. അപ്പം തന്നെ നമുക്കൊരു ബോസിനെ തന്നെ പോയി തട്ടും ചെയ്യാം ഗൈസ്. നമുക്ക് പൈസ നല്ല ആവശ്യമുണ്ട്. ചിലപ്പം സ്റ്റോക്കിൽ വന്നാൽ എടുക്കും ചെയ്യാം. സ്റ്റോക്കിൽ വരുമ്പോൾ എടുക്കണതാണ് ഒന്നാമത്തെ സുഖം. മറ്റേത് ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ സുഖം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടുത്തെ ബോസ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും വാട്ടർ സിറ്റിയിലേക്കൊന്ന് പോയേക്കാം. അവിടെ ഉണ്ടാവും ബോസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ബോസിനെ തട്ടാം. ഈ ബോസിനെ തട്ടും ചെയ്യാൻ നമുക്ക് ആ നേരത്തെ നമ്മളെ മാഗ്മയെ കൊണ്ട് തീർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലെവൽ കൂടുന്നതാണ് മാഗ്മൻ്റെ. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും ഈ ബോസിനെ അങ്ങോട്ട് തട്ടാം വേഗം. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി ബോസിനെ കൂടി വേഗം തട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് സെക്കൻഡ് സീക്കിന് വേഗം പോവാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേഗം ഫസ്റ്റ് പോകേണ്ടത് നമ്മൾ പ്രിസൺക്കാണ്. പ്രിസൺക്ക് പോകാനാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പ്രിസൺക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രിസണിൽ ഈ ഒരു NPCൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുക, മിലിറ്ററി ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത്. അപ്പം എന്തായാലും നമുക്ക് അവനൊരു കീ തരുന്നതാണ്. അപ്പോൾ കീ തന്നിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് വേഗം ബോട്ട് വാങ്ങിയാണ്ട് സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ ഇവിടേക്ക് പോകാം. ഇവിടെ നിന്നാണ് നമ്മൾ ആ ഇതൊക്കെ വാങ്ങിയത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ കണ്ണ ഗുഹൻ്റെ ഉള്ളിലേക്ക് പോവാം ഗൈസ്, കേവിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ വേഗം പോവുകയാണ്. അവിടെ ഒരു ഡോറുണ്ട്, അതാണ് നമുക്ക് തുറക്കേണ്ടത്. നേരെ കാണുന്ന ഡോറ് പോയി കണ്ട് അവിടെ ഈ കീ കൈക്ക പിടിച്ചാണ് ഇവിടെ പോയി നിന്നാൽ ഈ ഡോറ് താനേ തുറക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും വേഗം ഈ ഒരു NPCനെ വേഗം അങ്ങോട്ട് തീർക്കാം. ഇവനും കൂടി എടുത്ത് തീർത്തിട്ട് നമുക്ക് സെക്കൻഡ് സീക്ക് പോവാം. ഇവനെ എന്തായാലും തീർക്കണം കേട്ടോ ഗൈസ് നമ്മൾ. അപ്പോൾ ഗൈസ് നമ്മളവനെ തീർത്തിട്ടുണ്ട്. തീർത്തപ്പം നമുക്ക് ഇവൻ നമ്മളോട് പറയുന്നുണ്ട് എന്തൊക്കെ. നമുക്ക് എന്തായാലും ഇനി വേഗം സെക്കൻഡ് സീക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പോകേണ്ടത് മിഡിൽ ടൗണിലേക്കാണ്. മിഡിൽ ടൗണിലാണ് NPC ഉള്ളത്. നമുക്ക് സെക്കൻഡ് സീക്ക് പോകാനുള്ളൊരു ആളുള്ളത്. അപ്പോൾ അയാളോട് നമ്മൾ വേഗം സംസാരിക്കണം. അപ്പോൾ നമുക്ക് വേഗം മിഡിൽ ടൗണിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ മിഡിൽ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ NPCനെ നോക്കാം. ബാക്കിലുള്ളത് NPC. അപ്പോൾ തന്നെ NPCൻ്റെ അടുത്ത് പോയിക്കൊണ്ട് നമുക്ക് സംസാരിച്ചുകൊണ്ട് വേഗം സെക്കൻഡ് സീറ്റിലോട്ടൊക്കെ പോവാം. നമുക്ക് എന്തായാലും സംസാരിക്കുകയാണ് ഗൈസ്.
അപ്പോൾ എന്തായാലും നമ്മൾ സെക്കൻഡ് സീക്ക് പോവുകയാണ്. അല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്തേക്ക്. അപ്പോൾ ഗൈസ് പോവാണ് ലോഡിങ്ങാണ് പോവാണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ സെക്കൻഡ് സീയിലിട്ടുള്ള ലോഡിങ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും പൈലറ്റ് ചോയ്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും വേഗം സെക്കൻഡ് സീന്ന് നമുക്ക് കഫേക്ക് പോവാം. അപ്പോൾ ഗൈസ് ലോഡായിട്ട് നമുക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ചിലയിടത്തിന് അറിയുണ്ടാവില്ല എവിടെയാണ് കഫ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് കഫേക്ക് വേഗം പോകാം ഗൈസ്. എന്തായാലും നമ്മൾ സെക്കൻഡ് സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ബുദ്ധ ഫ്രൂട്ട് ആവശ്യം വരും. ബുദ്ധ ഫ്രൂട്ട് അറിയണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്യാൻ സിമ്പിളായി കാര്യം. എന്തായാലും നമുക്ക് അതിൻ്റെ കൂടെ ഫൈറ്റിംഗ് സ്റ്റൈലും ഇതൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം കഫയിലോട്ട് പോകാം. കഫ അറിയുന്നത് ഈ ഒരു മേലെ കാണുന്ന ഒരു മാംഷൻ്റെ അടിയിലായിട്ടാണ് ഈ കഫ വരുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം കഫയിലോട്ട് പോവാം. അപ്പോൾ അത് ഗൈസ് നമ്മൾ കഫയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മളെ പുതിയ അപ്ഡേറ്റ് വന്നുകൊണ്ട് നമുക്ക് ഈ റോൾ ചെയ്യണതിലൊക്കെ ഗാച്ചയിൽ നമ്മളെ ഡ്രാഗന് കൺട്രോളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കറക്കി വെക്കാം, വേഗം കറക്കാം ഗൈസ് നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഫയറൊക്കെ ചെയ്തിട്ട് അറ്റാക്ക് ചെയ്തിട്ട് കറക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വെറുതെ മിത്തിക് മിൽക്ക് നെക്കിക്കാണ്ട് കറക്കാണ് ഗൈസ്. ഏതൊക്കെ കിട്ടാമെന്നറിയില്ല. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയത് ലൈറ്റാണ് ഗൈസ്. ഇതിൽ കുറേ ലൈറ്റൊക്കെ കിട്ടിയിരുന്നു. ലൈറ്റ് നല്ല ഭാഗമുള്ള ഒരു അക്കൗണ്ടാണ് ഇതിട്ട് ഗൈസ്. എന്നാലും നമുക്ക് ലൈറ്റ് കൊണ്ട് ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം ഗൈസ്. ലൈറ്റ് എല്ലാവരെയൊക്കെ ഉണ്ടാവും ചെയ്യും. അങ്ങനെ ട്രേഡിങ് പറഞ്ഞാണ് നമ്മൾ ഈ സീറ്റിലൂടെ ഇരിക്കുമ്പോൾ അവന് നെറ്റ് പോയ ആളാണ് നോക്കണ്ട ഗൈസ്. നമ്മൾ ഇതിൽ വന്നിട്ടുണ്ട്, വാണ്ടഡ് പോസ്റ്ററിൽ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് എന്താട്ടാം ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അതിൽ കയറിയിരിക്കാം. ഒരാളെങ്കിലും വന്നിട്ട് ഇരുന്നാൽ നമുക്ക് അപ്പുറത്ത് പോയി ഇരിക്കാം. അവൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്ക് അവന് കാണിച്ചു തരും എങ്ങനെ കാട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത് നമ്മളെ ഫ്രണ്ടാണിട്ടുള്ളത്. നമ്മളെ വെറുതെ ഒരു നൂബ് അക്കൗണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ ഒന്ന് കയറിയിരിക്കാം. ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കയറിയിരിക്കാം ഗൈസ്. അതിൽ വലിയ ഫ്രൂട്ട്സൊന്നുമില്ല, പെയിനുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെയൊക്കെ ഫ്രൂട്ട് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എബിൻ്റെയൊക്കെ ഈ ഗോസ്റ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ട്രേഡിങ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 10 സെക്കൻഡ് ഓക്കെ എന്ന് അടിച്ചാൽ നമുക്ക് 10 സെക്കൻഡ് ആയാൽ ഇത് കാണിച്ചു തരുമല്ലോ ഇതായി പോണത് ഗൈസ്. ട്രേഡ് ആവണത് കാണുക നമുക്ക് അവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്തായാലും ബുദ്ധി നിന്ന് കണ്ട് ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.